അപ്പം നമുക്കിന്നൊരു കുഞ്ഞു ഹോം ടൂർ കണ്ടാലോ? അപ്പോൾ വായോ. മംഗൾഡാമിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്ന പൊൻകണ്ടം കടപ്പാറ റോട്ടിലാണ് എൻ്റെ വീട് വരുന്നത്. ജീപ്പ് പോകുന്നതായിട്ട് നോക്കണ്ട, ഈ വഴി കൂടെ കൂടുതലായിട്ടും പോകുന്ന ഒരു വണ്ടിയാണ് ജീപ്പ്. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡൊക്കെ മോശമായതുകൊണ്ട് ജീപ്പാണ് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യാറ്. ബസ്സും ബാക്കിയുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നത് ആ ഒരു വീട് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ ആകെ 4 വീടാണുള്ളത്. അവിടെ കാണുന്ന അവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, അങ്ങനെ 3 വീടുകളും ഈ ഓടിട്ട വീടാണ് നമ്മുടെ വീട്. അങ്ങനെ ടോട്ടലായിട്ട് 4 വീടാണ് ഇവിടെ ഉള്ളത്. ഇത് വരുന്നതേ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ഓടിട്ട വീടാണ്. പിന്നെ ഇത് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ചോർച്ചയായിരിക്കും. അതുകൊണ്ട് 2 ഷീറ്റ് എടുത്തിട്ട് ഈ ഓടിന്റെ മുകളിലായിട്ട് ഇട്ടതാണ്. അവിടെ നല്ല ചോർച്ചയുണ്ട്. പിന്നെ ഈ സൈഡിൽ ഈ തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത് നമ്മളാണ്, പക്ഷേ ഈ പറമ്പൊന്നും നമ്മുടെയല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡിഷാണ് ഈ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്നത്. അതും വെട്ടവും വെളിച്ചവും ഈ കാടൊക്കെ പ്രദേശമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡിഷ് ചാനലിൽ നമുക്ക് സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ റോഡ് സൈഡിലൊക്കെ വെക്കണം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ ഒരു പേരയും ചാമ്പയും ഉണ്ട്. പുറകു വശത്ത് ഇല്ലി അല്ലാത്ത സംഭവം കൊറണ എന്നൊക്കെ പറയും, അതുണ്ട്. അപ്പം ഇങ്ങനെ ഞങ്ങളത് ഈ മുറ്റത്തോട്ട് ഇറങ്ങാൻ പോവാണ്. അമ്മയുണ്ട്, കൊച്ചുങ്ങൾ അവിടെ കിടന്നിട്ട് ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. ചേച്ചി അനിയനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് നിന്ന് നമ്മൾ നേരെ നോക്കുന്നത് തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ബസ്സൊക്കെ പോകുന്ന കാണാം. കാരണം റോഡിന് തൊട്ടടുത്താണല്ലോ നമ്മുടെ വീട്. അപ്പോൾ ഇതേപോലെ ബസ്സും വണ്ടികളൊക്കെ ഇങ്ങനെ പോകും. അപ്പുറത്ത് മേലെപ്പറമ്പിൽ ആൺവീടാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് മേലെപ്പറമ്പിൽ പെൺവീടാണ്. കാരണം ഇവിടെ കുറേ പെണ്ണുങ്ങളാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ തിണ്ണയിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എല്ലാ പണികളൊന്നും ഒതുങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ചുമ്മാ രസമാണ്. നമ്മുടെ ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ജീവികളെയും പിന്നെ കുരങ്ങ് അങ്ങനെയുള്ള ജീവികളൊക്കെ വന്ന് നമ്മുടെ ഫ്രണ്ടിലെ ആ പേരയിലെ മരത്തിലൊക്കെ കയറിയിട്ട് മുഴുവൻ പേരയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് പോകും. തൊട്ടുമിറ്റത്താണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ആ ഫ്രണ്ടിൽ കണ്ട പേരുണ്ടല്ലോ, ആ പേരേന്നൊക്കെ പേരയ്ക്ക് പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അമ്മയ്ക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞു തന്നാൽ. പിന്നെ ഞാൻ മുടി വെട്ടി ഒന്ന് യു കട്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ ഇറങ്ങി വന്നു. ആരാ? നമ്മുടെ ചാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമ്മ ബീവി, അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ആക്ക് ഒന്ന് യു കട്ട് വെട്ടിത്തരുമോ സേതു എന്ന് ചോദിച്ചു. യു കട്ട് എനിക്കും വേണം. അതായത് അമ്മയുടെ കണ്ടപ്പോഴത്തേക്കും അമ്മമ്മയ്ക്കൊരാഗ്രഹം, എന്നാൽ എനിക്കൊന്ന് യു കട്ട് മുടി വെട്ടിയാൽ കൊള്ളാമെന്ന്. എന്നാൽ പിന്നെ ഈ വയസ്സനാം കാലത്തുള്ള ആഗ്രഹമല്ലേ എന്നാൽ സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അമ്മേനെ പതുക്കെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തി. നിൽക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയതേ ഞാൻ മുടി നല്ല യു ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഗ്രഹം അങ്ങനെ തീർന്നു. അങ്ങനെ മുടിയൊക്കെ വെട്ടി ശാന്തമ്മയ്ക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി ആൾക്ക്. പിന്നെ ഇനി നമ്മുടെ വീട്ടിലോട്ട് കിടക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പുതിയതായിട്ട് കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ചെടിയൊക്കെ പിടിപ്പിച്ച് വെച്ചതാ, നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോഴേ ഹാളാണ്. പിള്ളേരുള്ളതുകൊണ്ട് എല്ലാം നിരത്തിയിട്ടേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ വരച്ചേക്കുന്നതാണ്. ഈ ഇരിക്കുന്നതാണ് എൻ്റെ ചേച്ചി. അവൾ ഇരുന്ന് TV കാണുകയാണ്. ഈ നിങ്ങൾ ഈ കാണുന്ന ഈ കട്ടയൊക്കെ നമ്മുടെ വീടിൻ്റെ പണികളൊക്കെ കുറേ കഴിയാനുണ്ട്. അപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ആ കാണുന്നത് ചാച്ചൻ, അമ്മയുടെ അച്ഛനും ഇതെൻ്റെ അച്ഛയുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ചുമരി കയറി ഇങ്ങനെ ഇരിക്കുക, വേറെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. പിന്നെ ഈ കാണുന്നതാണ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി. ഞങ്ങൾ 7ാം ക്ലാസ് തൊട്ട് ഒന്നിച്ച് പഠിച്ചതാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ അത് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റത്തെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം വരും 1 2 3 4 അങ്ങനെ വാതിലുകളുടെ ബഹളമാണ്. ഇതാണ് പക്ഷേ വീട്ടിലാകെയുള്ള ഒരു മുറി. എൻ്റെയും അതേപോലെ അച്ഛയുടെയും റൂമായിരുന്നു. അച്ഛയായിരുന്നു കുറച്ച് നാൾ കിടന്നുകൊണ്ടിരുന്നത് വയ്യാണ്ടായി കഴിയുന്നവരെ. അപ്പോൾ ഇപ്പം ഇത് ശാന്തമ്മ കരസ്ഥമാക്കിയേക്കാണ്. ശാന്തമ്മയുടെ റൂമാണ് ഇപ്പോൾ ഇത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആക്രി സാധനങ്ങളെല്ലാം അതെല്ലാം എൻ്റെ മാത്രമാണ്. ഞാൻ നിരത്തി വെച്ചിരിക്കുന്നതും ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്. അതിനകത്ത് ചിലപ്പോൾ ഞാൻ 3 വയസ്സിൽ തേച്ച ബ്രഷ് വരെ കാണും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള സെക്ഷനാണ്. ഒരു കുഞ്ഞടുക്കള, അത് ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് വരുന്നത് അടുക്കള. എല്ലാം കുക്കിംഗ് പരിപാടികളൊക്കെ ആയതുകൊണ്ട് എല്ലാം നിരന്ന് കിടക്കുകയാണ്. പിന്നെ ചെല്ലുന്നത് ഒരു വലിയ ഹാൾ. ഇത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുത്തതാണ്. ഇത് ഷീറ്റ് ഇട്ട ഒരു ഹാളാണ്. ഇവിടെ നമ്മുടെ കുറേ ആക്രി സാധനങ്ങളും അതും ഇതും എല്ലാം കൂടി ഇരിക്കുകയാണ്. അതൊന്നും വൃത്തിയാക്കിയൊന്നും അല്ല വെച്ചിരിക്കുന്നത്. കാരണം പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങളായതുകൊണ്ടും വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കാണ്. ഇനി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ സൈഡിലോട്ട് നമ്മുടെ ബാത്റൂമും ചെറിയൊരു സീറ്റ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ്. പിന്നെ നേരെ ഏറ്റവും താഴെയാണ് ഇത് നമ്മുടെ ഒരു കുഞ്ഞ് അടുക്കള ഷെഡ് സെറ്റപ്പ്. അയ്യോ അമ്മ ഇതൊന്നും എടുക്കരുതേ എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ടും ഇതെല്ലാം വൃത്തിയാക്കിയിട്ടൊന്നും എടുക്കൽ നടക്കില്ല. അതുകൊണ്ട് ഞാനങ്ങ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകോശം. കോഴിയും കോഴിക്കൂടൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം തവിട് പൊടിയായി. അപ്പോൾ അമ്മ ഇന്നെന്തോ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് ഇതേ തീയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.